The wavelength associated with a moving particle depends upon the power p of its mass m, qth power of its velocity v, rth power of its Planck's constant h. The correct set of p, q, r is. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? വേവ് ലെന്ത് അസോസിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയായിട്ട്? മാസ് റൈസ് ടു എത്ര? പവർ പി ഇൻറ്റു വെലോസിറ്റി റൈസ് ടു എത്രയാ? ക്യൂ ഇൻറ്റു പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എച്ച് റൈസ് ടു ആർ. ഇത് ഇത്രയാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് കാണേണ്ടത്? ഈ പിയുടെയും ക്യൂവിൻ്റെയും ആറിൻ്റെയും വാല്യൂസാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കും? ലാംഡ. വേവ് ലെന്ത് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഡയമെൻഷൻ എന്താ? അതൊരു ലെങ്ത് അല്ലേ? അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്താ? എൽ തന്നെ ആയിരിക്കും. അപ്പോൾ എൽ ഈസ് ഈക്വൽ ടു മാസിൻ്റെ ഡയമെൻഷൻ എന്താ? മാസ് എം തന്നെ, എം റൈസ് ടു പി ഇൻറ്റു വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താടാ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ എൽ, ടൈമിൻ്റെ ഡയമെൻഷൻ ടി. അപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താ? എൽ ടി റൈസ് ടു -1. അപ്പോൾ ഇൻറ്റു എൽ ടി റൈസ് ടു -1 ദ വോൾ റൈസ് ടു ക്യൂ ഇൻറ്റു പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ എന്താ? നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാം? ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ് അല്ലേ? ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എച്ച് ഈസ് ഈക്വൽ ടു ഇ ബൈ ന്യൂ എന്ന് കിട്ടും. ഇയുടെ ഡയമെൻഷൻ എന്താ? എനർജിയുടെ ഡയമെൻഷൻ എന്താ? എനർജി എന്താ? വർക്ക്, എനർജി ഒക്കെ എന്താണ്? ഒരേ ഡയമെൻഷനാണ്. അതെന്താ? വർക്ക് എന്തോ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇനി ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താ? എം. ഫോഴ്സ് എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ മാസിൻ്റെ എം, ആക്സിലറേഷൻ്റെ എൽ ടി റൈസ് ടു -2. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എം എൽ ടി റൈസ് ടു -2 ഇൻറ്റു എൽ. അതാണ് എന്ത്? എനർജിയുടെ ഡയമെൻഷൻ. ഡിവൈഡഡ് ബൈ ന്യൂ. ന്യൂ എന്താ? ഇൻവേഴ്സ് ഓഫ് ടൈം പീരീഡ് അല്ലേ? അപ്പോൾ ടി റൈസ് ടു -1. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 ഇൻറ്റു ടി റൈസ് ടു 1. അതായത് എം എൽ സ്ക്വയർ ടി റൈസ് ടു -1 എന്ന് കിട്ടൂലെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. അത് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഒന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. അല്ലാതെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാമെങ്കിൽ കാണാതെ പഠിക്കേണ്ട. പക്ഷേ ഇത് എന്ത് ചെയ്യും? ടൈം കൺസ്യൂം ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക? ജസ്റ്റ് നമുക്ക് നോട്ട് ചെയ്യാനുള്ള എല്ലാം എന്ത് ചെയ്യുക? ഒന്ന് കാണാതെ പഠിച്ച് വയ്ക്കാം. ഇവിടെ നമുക്ക് എച്ചിനെതിരെ ഇട്ട് കൊടുക്കാം. എം എൽ സ്ക്വയർ ടി റൈസ് ടു -1 ദ വോൾ റൈസ് ടു ആർ. ഇനി എൽ റൈസ് ടു ഒന്നുമില്ല. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും. അപ്പോൾ എൽ റൈസ് ടു 1 ഈസ് ഈക്വൽ ടു എം റൈസ് ടു, എല്ലായിടത്തും എമ്മിൻ്റെ നമ്മൾ ഇത് ചെയ്താൽ എന്ത് കിട്ടും? എം റൈസ് ടു പി ഇവിടെ ഉണ്ട്. ഇവിടെ എം ഇല്ല, ഇവിടെ എം ഉണ്ട്. എം റൈസ് ടു ആറുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എം റൈസ് ടു പി പ്ലസ് ആർ എന്ന് വരും. ഇൻറ്റു ലെങ്ത് റൈസ് ടു, ഇവിടെ ഒരു ക്യൂ ഉണ്ട്, ഇവിടെ എൽ റൈസ് ടു 2r എന്ന് വരും. അത് രണ്ടും കൂടെ എഴുതുമ്പോൾ എന്ത് വരും? അതായത് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് വരും. അതിൻ്റെ ഇക്വേഷൻ എന്താ? എ റൈസ് ടു എം പ്ലസ് എൻ അല്ലേ? ഇവിടെ എൽ റൈസ് ടു ക്യൂ എന്ന് വരും, ഇൻറ്റു അപ്പുറത്തെ ഇക്വേഷനിൽ എൽ റൈസ് ടു 2r എന്ന് വരും. ഇത് തമ്മിൽ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എൽ റൈസ് ടു ക്യൂ പ്ലസ് 2r എന്ന് കിട്ടും. അതാ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ എൽ റൈസ് ടു ക്യൂ പ്ലസ് 2r ഇൻറ്റു ടി റൈസ് ടു, അങ്ങനെ എഴുതുമ്പോൾ എന്ത് പറയടാ? ടി റൈസ് ടു -q -r എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇവിടെ നമ്മൾ എഴുതുകയാണെങ്കിൽ ഇവിടെ മാസിൻ്റെ ടൈം ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എം റൈസ് ടു 0 എന്നും ടി റൈസ് ടു 0 എന്നും ഇട്ട് കൊടുക്കാം. മാസിൻ്റെ ടൈമും ഇല്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യാം? എം റൈസ് ടു 0 ടി റൈസ് ടു 0 എന്ന് ഇട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് ഇനി ഇക്വേഷൻ എഴുതിയാൽ പി പ്ലസ് ആർ, എമ്മിൻ്റെ രണ്ടിൻ്റെ ഡയമെൻഷൻ എഴുതാം. പി പ്ലസ്, അത് പവർ നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. പി പ്ലസ് ആർ ഈസ് ഇക്വൽ ടു 0, അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. സെക്കൻഡ് ഇക്വേഷൻ എന്ത് കിട്ടും? ക്യൂ പ്ലസ് 2r ഈസ് ഈക്വൽ ടു 1, ഇങ്ങനെ ഒരു സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. തേർഡ് ഇക്വേഷനോ -q -r ഈസ് ഈക്വൽ ടു 0, ഇങ്ങനെ ഒരു തേർഡ് ഇക്വേഷനും കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇതിൽ നമുക്ക് പിയും ക്യൂ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഈ തേർഡ് ഇക്വേഷൻ എടുത്താൽ -q ഈസ് ഈക്വൽ ടു r എന്ന് കിട്ടൂലേ? അപ്പോൾ ഇവിടുന്ന് q ഈസ് ഈക്വൽ ടു -r എന്ന് കിട്ടും. ഈ ഇക്വേഷൻ എടുത്ത് എവിടെ ഇട്ട് കൊടുക്കാം? ഈ സെക്കൻഡ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെ കിട്ടും? -r പ്ലസ് 2r ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെ മാറും? -r പ്ലസ് 2r ഈക്വൽ ടു 1 എന്ന് മാറും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? r ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ആറിൻ്റെ വാല്യൂ എത്ര കിട്ടി? 1 എന്ന് കിട്ടി. ഈ ആറിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ എത്രയാണ്? q ഈക്വൽ ടു -r ഈക്വൽ ടു -1, ക്യൂവിൻ്റെ വാല്യൂവും കിട്ടി. ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ പിയുടെ വാല്യൂ കിട്ടും. പി പ്ലസ് ആറിന് എന്ത് ഇട്ട് കൊടുക്കാം? 1 ഇട്ട് കൊടുക്കാം. 1 ഈസ് ഈക്വൽ ടു 0. അവിടെ നിന്ന് പി ഈക്വൽ ടു എന്ത് കിട്ടും? -1 എന്ന് കിട്ടും. അപ്പോൾ r കിട്ടി, q കിട്ടി, p കിട്ടി. ഇനി ഇത് ഈക്വൽ ആവുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. p -1. അപ്പോൾ ഇതല്ല, ഇത് ഇതോ, ഇതിലേതോ സിയോ അല്ലെങ്കിൽ ഡിയോ. ഇനി ക്യൂവിൻ്റെ വാല്യൂ നോക്കും -1, അതും സെയിം അല്ല, സിയോ ഡിയോ. ഇനി ആറിൻ്റെ വാല്യൂ എത്ര? 1. അതുള്ള ഏത് ഓപ്ഷനേ ഉള്ളൂ? ഡി മാത്രമേ ഉള്ളൂ. സോ ഏത് ആൻസർ? p ഈക്വൽ ടു -1, q ഈക്വൽ ടു -1, r ഈക്വൽ ടു 1. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? ഓക്കെ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഇൻകറക്റ്റ് യൂണിറ്റ് കൺവേർഷൻ എമംഗ് ദ ഫോളോയിങ് ഇസ്. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ. 1 ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു 9.46 × 10⁻15 മീറ്റർ. അതെന്താ കറക്റ്റാണ്. 1 ഫെർമി ഈസ് ഈക്വൽ ടു 10⁻−15 മീറ്റർ. അതും കറക്റ്റാണ്. 1 ആംസ്ട്രം ഈസ് ഈക്വൽ ടു 10⁻10 മീറ്റർ ആണോ? അല്ല. 1 ആംസ്ട്രം ഈസ് ഈക്വൽ ടു എന്താണ്? 10⁻−10 മീറ്റർ. ഓക്കെ അല്ലേ? ഓക്കെ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ അല്ലേടാ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രൊഡക്റ്റ് ഓഫ് ഇ എച്ച് മ്യൂ ജി ബി ടേക്കൺ സോ ദാറ്റ് ഡയമെൻഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് ആർ സെയിം ആസ് ദാറ്റ് ഓഫ് ദ സ്പീഡ്. അതായത് ഇതിൽ ഇ എന്ന് പറയുന്നത് എന്താ? ചാർജാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഓരോരുത്തരും ഡയമെൻഷൻ എഴുതാം. ഇ എന്താ? ചാർജാണ്. ചാർജിൻ്റെ ഡയമെൻഷൻ എന്താ? എ ഇൻറ്റു ടി. ഓക്കെ അല്ലേ? ഓക്കെ. എച്ച് എന്താ? പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. അതിൻ്റെ ഡയമെൻഷൻ എന്താ? ml² t⁻⁻1. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി മ്യൂ എന്താ? മാഗ്നറ്റിക് പെർമിബിലിറ്റി എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ എന്താ? ml t⁻⁻2 a⁻². നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഇപ്പം ഞാൻ ഇത് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇതൊന്ന് പഠിച്ച് വെച്ചേക്കണം. മ്യൂ എന്താ? ml t⁻⁻2 a⁻². ഇനി ജി എന്താ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ എന്ത് വരും? m⁻⁻1 l³ t⁻². ഇതാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ഡയമെൻഷൻ. അപ്പം 4 എണ്ണത്തിൻ്റെ ഡയമെൻഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പറയേണ്ടത് ഈ 4 ഓപ്ഷൻ ഉണ്ട്. 4 ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ, അതായത് ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ വെലോസിറ്റി സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ ഡയമെൻഷൻ ആണ്. സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ ഡയമെൻഷൻ എന്താടാ? l⁻⁻1. അതായത് ഇതിൻ്റെ ഏത് ചെയ്യുമ്പോഴാണ് ഈ l⁻⁻1 കിട്ടുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ നോക്കുമ്പോൾ ഈ l⁻⁻1 എന്ന ഓപ്ഷൻ അല്ലെങ്കിൽ l⁻⁻1 എന്ന ഡയമെൻഷനിൽ എ ഉണ്ടോടാ? ഇല്ല. എയും ഇല്ല, എന്തും ഇല്ല, എമ്മും ഇല്ല. അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് വരുമ്പോൾ ഏത് ഓപ്ഷനിൽ എമ്മും എയും കട്ടായി പോകുമെന്ന് നോക്കിയാലും പോരെ? അതായാലും മതി. അതെന്തോ ഒരു ഷോർട്ട് കട്ടാണ്. അപ്പോൾ അത് ഏതിലാണ് കട്ടായി പോകണമെന്ന് നോക്കണം. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കുമ്പോൾ h⁻⁻2 μ⁻⁻1 g⁻�0. ഇത് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എയും എമ്മും കട്ടായി പോകാൻ നോക്കാം. എച്ചിൻ്റെ ഇതെന്താ? ഡയമെൻഷൻ ml² t⁻⁻1. അതവിടെ കിടക്കട്ടെ. ഇൻറ്റു ഇയുടെ ഡയമെൻഷൻ എന്താ? e⁻². അതായത് ഈ എന്ത് ചെയ്യും? താഴെ പോവും. അപ്പോൾ 1/e² എന്നതല്ല e⁻⁻. അപ്പോൾ 1/ ഇയുടെ ഡയമെൻഷൻ എന്താ? 80. 80യുടെ സ്ക്വയർ ഇൻറ്റു മ്യൂ താഴെ പോയേ μ⁻⁻1. അപ്പോൾ താഴെ പോകുമ്പോൾ μ⁻1 എന്ന് എഴുതാം. മ്യൂവിൻ്റെ ഡയമെൻഷൻ എന്താ? ml t⁻⁻2 a⁻². ഇൻറ്റു g⁻0 എന്ന് പറഞ്ഞാൽ ഉണ്ടോ? ഇല്ല. ഈ ഇക്വേഷൻ എടുത്താൽ ഈ എമ്മും കട്ടായി പോയി. a² ഇവിടെ വരും. ഇവിടെ ഒരു a⁻² ഉണ്ട്. അപ്പോൾ എയും കട്ടായി പോയി. അപ്പോൾ നമ്മുടെ എമ്മും എയും ഫസ്റ്റ് ഇക്വേഷനിൽ തന്നെ എന്തായിട്ടുണ്ട്? കട്ടായി പോയിട്ടുണ്ട്. ബാക്കി നമുക്ക് ചെയ്ത് നോക്കിയാൽ ഒരെല്ലും ഇവിടെ പോയി. ബാക്കി l⁻⁻1 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഈ t² t⁻⁻ഉം കട്ടായി പോയി. l⁻⁻1 എന്ന് തന്നെ കിട്ടിയില്ലേ? അപ്പോൾ നമ്മൾക്ക് ആൻസർ ഇതാണെന്ന് മനസ്സിലായി. l⁻⁻1 കിട്ടിയോണ്ട് ആൻസർ ഓപ്ഷൻ എ ആണെന്ന് മനസ്സിലായി. ആദ്യത്തെ ഓപ്ഷൻ തന്നെ ആൻസർ നമുക്ക് എന്തായി? ക്ലിയർ ആയി. ഇനി ബിയോ സിയോ ഡിയോ വരുമോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യണം? നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ബി നോക്കുമ്പോൾ നേരത്തെ എഴുതിയ പോലെ എഴുതുകയാണെങ്കിൽ ml² t⁻⁻1 സ്ക്വയർ ഇൻറ്റു 80 മേളിൽ തന്നെയാണ് a ഇൻറ്റു ടി ഇൻറ്റു ജി അവിടെ ഇല്ല ഇൻറ്റു മ്യൂവിൻ്റെ ഇക്വേഷൻ എന്താ? ml t⁻⁻2 ഇൻറ്റു a⁻². ഇവിടെ പറഞ്ഞേടാ a⁻⁻2 a എന്തായി മാറും? a⁻−1 പോകണം. പക്ഷേ a⁻−1 ഇനി ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എ ഉള്ളൊരു ആൻസറേ നമുക്ക് കിട്ടും. അപ്പോൾ ഉറപ്പിക്കാം എന്തല്ല? ബി അല്ല എന്ന് ഉറപ്പിക്കാം. ഉറപ്പിച്ചൂടെ? ഉറപ്പിക്കാം. തേർഡ് ഓപ്ഷൻ സി ഓപ്ഷൻ എടുത്താൽ അവിടെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എന്താ? 0 ആണ്. അപ്പോൾ അത് എടുക്കണ്ട. ഇനി ഇ എടുത്താൽ 80² എന്ന് കിട്ടും ഇൻറ്റു g⁻⁻1 എന്ന് 1/m⁻⁻1 l³ t⁻⁻2 എന്ന് എഴുതി ഇൻറ്റു മ്യൂ എഴുതുമ്പോൾ ml t⁻⁻2 a⁻² എന്ന് എഴുതി. എയും ഇവിടെ കട്ടായി. ഇനി മാസ് നോക്കിയാൽ ഈ m⁻⁻1 മുകളിൽ പോകുമ്പോൾ എന്തായിട്ട് മാറും? m ആയിട്ട് മാറും. ആ എമ്മും ഈ എമ്മും കൂടെ ചേർന്ന് എന്താവും? m² ആവും. മാസ് കട്ടായി പോയോ? ഇവിടെ ഇല്ല. അപ്പോൾ സിയും അല്ല എന്ന് മനസ്സിലായി. ഇനി ഡി നോക്കാം. ഡിയും കൂടെ നോക്കാം. h⁻⁻2 μ⁻0.
ഇ റേസ് ടു മൈനസ് ടുവിൽ എന്ത് വരും? ഒരു 80 വരും. അതിനെ ക്യാൻസൽ ചെയ്യാനുള്ള മ്യൂവിൽ മാത്രമേ പിന്നെ നമ്മൾ എ ഉള്ളത് എഴുതിയുള്ളൂ. ആ മ്യൂ ഇവിടെ എന്താ? 0 ആണ്. അപ്പോൾ ആ ഇക്വേഷൻ വരുമോടാ? ഇല്ല. അപ്പോൾ ബിയും സിയും ഡിയും വരില്ല എന്ന് മനസ്സിലായി. എ നമുക്ക് എന്തായി? കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തു. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഇൻ 3.20 പ്ലസ് 4.80 ഇൻറ്റു 10⁵. ഇത് ആഡ് ചെയ്തേ. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8.00 ഇൻറ്റു 10⁵. ഈ 10⁵ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടോ? ഇല്ല. 8.00 ആകുമ്പോൾ പോയിൻറ്റിന് ഇപ്പുറത്ത് റൈറ്റിലോട്ടാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യും? നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറായിട്ട് കൂട്ടുമോ? കൂട്ടും. അപ്പോൾ 1, 2, 3. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 3. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A bus travels distance x1 when accelerate from rest at a constant rate a2 for some time and after that travels a distance x2 when decelerate at a constant rate a2 to come to rest. A student established a relation x1 plus x2 is equal to a1 a2 t square by 2 into a1 plus a2. അപ്പോൾ നമുക്ക് ഡയമെൻഷൻ വെച്ച് ഈ ഇക്വേഷൻ ഓപ്ഷൻ എന്താ? The relation is dimensionally correct, the relation is dimensionally incorrect, may be dimensionally correct, none of the above. ഇതിൻ്റെ അകത്ത് ഏതെന്താ നോക്കണ്ടേ? അപ്പോൾ നമുക്ക് ഡയമെൻഷനലി കറക്റ്റ് ആണോ നോക്കാം. x1 പ്ലസ് x2, എക്സ് എന്താണ്? ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ x1 പ്ലസ് 2 ഡിസ്റ്റൻസ് കൂടിയാലും ഡയമെൻഷൻ കൂടുമില്ല. ഡയമെൻഷൻ എൽ തന്നെയാണ്. എൽ ഈസ് ഈക്വൽ ടു എ എന്താ? ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എന്താ? LT⁻² ഇൻറ്റു തമ്മിൽ ഇന്ത്യയും എന്തെയും മാറും. 2 ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ ഒരു ആക്സിലറേഷൻ LT⁻² ഇൻറ്റു a2ൻ്റെതോ പിന്നെയും LT⁻² ഇൻറ്റു ടൈം സ്ക്വയർ. ടൈമിൻ്റെ ഡയമെൻഷൻ എന്താ? ടി. അപ്പോൾ t² ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2. 2 ആക്സിലറേഷൻ തമ്മിൽ കൂട്ടുക, ഡയമെൻഷൻ മാറില്ല. LT⁻² തന്നെ നമ്മൾ എഴുതി. ഇനി ഇത് ക്യാൻസൽ ആകുമ്പോൾ ഇവിടെ നിന്ന് ഒരു LT⁻², LT⁻² കട്ടായിപ്പോയി. ഈ t⁻² t² കട്ടായിപ്പോയി. L ഈസ് ഈക്വൽ ടു L എന്ന് കിട്ടിയില്ലേ? സോ നമുക്ക് എന്ത് പറയാം? ഇത് റിലേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് പറയാം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ എ. ഓക്കെ അല്ലേടാ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് അല്ലെങ്കിൽ കൺവേർഷൻ യൂസ് ചെയ്യാൻ എന്ത് ചെയ്യാം? ഡയമെൻഷണൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ്? n1 u1 ഈസ് ഈക്വൽ ടു n2 u2 എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? ആ ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോണത്. നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഇൻ CG സിസ്റ്റം the magnitude of the force is 109. CGSൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എത്രയാണ്? 109 ആണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താടാ? ml t⁻². CGS ആകുമ്പോൾ m എന്താ? ഗ്രാം ആണ്. ഓക്കെ. ലെങ്ത് എന്താ? സെൻറ്റിമീറ്റർ ആണ്. ടൈം എന്താ? സെക്കൻഡ് ആണ്. In another system where the fundamental physical quantities are kilogram, meter and minute. അതായത് SI സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് യൂണിറ്റ്? മാസ് ആകുമ്പോൾ കിലോഗ്രാം, ലെങ്ത് ആകുമ്പോൾ മീറ്റർ, ടൈം ആകുമ്പോൾ മിനിറ്റ്. എങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫണ്ടമെൻ്റൽ യൂണിറ്റിലോട്ട് ഇടുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. n1 u1 ഈസ് ഈക്വൽ ടു n2 u2 നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് എഴുതാം? n2 ഈസ് ഈക്വൽ ടു n1 ഇൻറ്റു എന്തെന്ന് എഴുതാം? നമ്മൾ എങ്ങനെ ഇക്വേഷൻ എഴുതിയത്? n1 ഇൻറ്റു m1⁻A ഇൻറ്റു L1⁻B ഇൻറ്റു T1⁻C ഈക്വൽ ടു n2 ഇൻറ്റു m2⁻A ഇൻറ്റു L2⁻B ഇൻറ്റു T2⁻C. ഇങ്ങനെയല്ലേ എഴുതിയേ? ഇവിടെ നിന്ന് n1 കണ്ടുപിടിക്കാം. n1 ആണ് നമുക്ക് എന്താ കിലോഗ്രാമിലുള്ള യൂണിറ്റ് എന്ന് നോക്കാം. അതായത് നമ്മുടെ SI യൂണിറ്റിലുള്ളത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് n1 ആണെന്ന് നോക്കിയാൽ n2 ഇൻറ്റു നമുക്ക് എന്തെഴുതാം? m2/m1 the whole raised to A ഇൻറ്റു L2/L1 the whole raised to B ഇൻറ്റു T2/T1 the whole raised to C. ഓക്കെ അല്ലേടാ? ഓക്കെ. ഇനി n1 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. n2 എത്രയാണ്? 100 ആണ്. CGSിലുള്ളത് 100 ആണ്. അപ്പോൾ മാസ് CGSിൽ എന്തുമായിരുന്നു? ഗ്രാം. m2 അപ്പോൾ എന്താ? ഗ്രാം. ഡിവൈഡഡ് ബൈ m1 എന്താ? കിലോഗ്രാം. ഇത് വോൾ റേസ് ടു ഫോഴ്സിൻ്റെ ഇക്വേഷൻ പറയടാ. F ഈസ് ഈക്വൽ ടു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ml⁻². ഇവിടെ മാസിൻ്റെ ഇത് എത്രയാണ്? 1 ആണ്. പവർ 1 ഇൻറ്റു L2. CGSിലുള്ള L എന്താ? സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്റർ ബൈ SIയിലുള്ളയോ? മീറ്റർ.
ഇൻറ്റു ഇവിടുത്തെ ലെങ്തിൻ്റെ ഇത് എത്രയാണ്, പവർ എത്രയാണ്, 1 ഇൻറ്റു T2 എത്ര ഇവിടെ CGSലാകുമ്പോൾ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ഇവിടെ ആകുമ്പോൾ മിനിറ്റ്, ദ ഹോൾ റൈസ് ടു -2. ഇങ്ങനെ കിട്ടിയില്ലേ, കിട്ടി. ഇനി നമ്മൾ ഇത് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് എഴുതാവേ. നമ്മളപ്പോൾ ഈ ഇക്വേഷൻ ഇവിടെ എടുത്ത് എഴുതിയാൽ എങ്ങനെ വരും, N1 ഈസ് ഈക്വൽ ടു എന്താ 100 ഇൻറ്റു G ഡിവൈഡഡ് ബൈ കിലോഗ്രാമിനെ ഗ്രാമിലാക്കി എന്ത് വരും, 1000 എന്ന് വരും. 1000 ഗ്രാം റൈസ് ടു 1 ഇൻറ്റു സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ മീറ്ററിന് സെൻറ്റിമീറ്റർ ആക്കിയാൽ 100 സെൻറ്റിമീറ്റർ ദ ഹോൾ റൈസ് ടു 1 ഇൻറ്റു സെക്കൻഡ് ആകുമ്പോഴോ സെക്കൻഡ് ഡിവൈഡ് ബൈ ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട്, 60 സെക്കൻഡ് ഉണ്ട്. 60 സെക്കൻഡ് ദ ഹോൾ റൈസ് ടു -2 എന്ന് വരും. ഇനി ഇത് ചെയ്യുമ്പോഴോ N1 ഈസ് ഈക്വൽ ടു ഗ്രാം പോയി, സെൻറ്റിമീറ്റർ പോയി, സെക്കൻഡ് പോയി. 100 ഇൻറ്റു എന്താ 1/1000 ഇൻറ്റു 1/100 ഇൻറ്റു ഈ 1/16 റൈസ് ടു -2 മുകളിൽ പോകുമ്പോൾ എന്താവും, 60² എന്ന് വരും. അതായത് 16 ഇൻറ്റു 16 എന്നാവും. നമ്മൾ 0 ക്യാൻസൽ ചെയ്താൽ ഈ 2 0 ഇതും പോയി, ഈ 2 0 ഇതും പോയി. N1 ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 6 എത്രയാണ്, 36 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടിയില്ലേടാ. 36 ഡിവൈഡ് ബൈ 10 എത്രയാണ്, 3.6. സോ N1 ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടി, 3.6 എന്ന് കിട്ടി. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The equation of state of some gases can be expressed as P plus ഇവിടെ A by ഉണ്ട്, P plus A by V square into V minus B is equal to RT. Here P is the pressure, V is the volume, T is the absolute temperature and A, B are constants. The dimension of A ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്കൊന്ന് എടുത്ത് എഴുതാം. P plus A by V square into V minus B is equal to RT. പറയണം നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടുത്തെ ഈ P plus A by V square അതിൻ്റെ രണ്ടിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും, ഈക്വലേക്ക്. അതായത് ഇവിടുന്ന് ഡയമെൻഷൻ ഓഫ് P ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് A by V square എന്ന് എഴുതാം. എഴുതിക്കൂടെ? എഴുതാം. നമുക്ക് എന്തിൻ്റെ ഡയമെൻഷനാണ് വേണ്ടത്, എയുടെ ഡയമെൻഷനാണ് വേണ്ടത്. അതുകൊണ്ട് ഇത് നമ്മൾ എടുത്തത്. നമുക്ക് ബിയുടെ ഡയമെൻഷനാണ് വേണ്ടി നമ്മൾ ഏതെടുത്തേനെ, ഇതെടുത്തേനെ. ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി എന്ന് പറഞ്ഞ് ഇതെടുത്തേനെ. ഇവിടെ ഇപ്പോൾ എയുടെ ഡയമെൻഷൻ വേണ്ടതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷനിൽ നിന്ന് എടുത്തെഴുതി. ഡയമെൻഷൻ ഓഫ് പി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് വി സ്ക്വയർ. ഇനി ഇവിടെ നിന്ന് ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, ഡയമെൻഷൻ ഓഫ് പി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് വി സ്ക്വയർ. പ്രഷർ എന്താടാ, പ്രഷർ എന്താ, ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താ, mL(T)⁻² ഡിവൈഡ് ബൈ ഏരിയയുടെ ഡയമെൻഷൻ എന്താ, L². ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, mL(−1) T⁻²⁻² എന്ന് കിട്ടും. ആ ഇക്വേഷൻ ഇവിടെ ഇട്ട് കൊടുക്കാം. പ്രഷറിൻ്റെ ഡയമെൻഷൻ mL(−1) T⁻² ഇൻറ്റു വോളിയം. വോളിയത്തിൻ്റെ സ്ക്വയറാണ്. വോളിയത്തിൻ്റെ ഡയമെൻഷൻ എന്താ, L3. അപ്പോൾ L3ൻ്റെ സ്ക്വയർ L6. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും, mL(−1) ഇൻറ്റു L6 എത്രയാണ്, L(−1) + 6 L5 ഇൻറ്റു T⁻² എന്ന് കിട്ടും. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ, ഉണ്ട്. ഓപ്ഷൻ 2. ഓക്കെ അല്ലേടാ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A physical quantity x depends on quantities y and z as follows. X is equal to ay plus b tan cx, where a, b, c are constant. Which of the following do not have same dimension? സെയിം ഡയമെൻഷൻ ഇല്ലാത്തത് ആർക്കെന്ന ക്വസ്റ്റ്യൻ. നമുക്ക് ഇക്വേഷൻ എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു എ വൈ പ്ലസ് ബി ടാൻ സി ഇസഡ് അല്ലേ. ഇവിടെ നിന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രിക് റേഷ്യോസിന് ഡയമെൻഷൻ ഉണ്ടോ, ഡയമെൻഷൻ ലെസ് ആണ്. അതായത് സി ഇസഡ് ഡയമെൻഷൻ ലെസ് ആവണം. സി ഇസഡ് ഡയമെൻഷൻ ലെസ് ആവണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം, സിയുടെ ഡയമെൻഷൻ ഇസഡിൻ്റെ ഡയമെൻഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയാൽ മാത്രമല്ലേ ഇവർ നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം അവരുടെ ഡയമെൻഷൻ. അപ്പോൾ ഫസ്റ്റ് റിലേഷൻ നമുക്ക് കിട്ടി, സി ഈക്വൽ ടു ഇസഡ് ഇൻവേഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ, ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ഒരിക്കലും വരില്ല. അവർക്ക് എന്തല്ല, സെയിം ഡയമെൻഷൻ അല്ല, സെയിം ഡയമെൻഷൻ ആണ്. സിയുടെ ഡയമെൻഷൻ ഇസഡ് ഇൻവേഴ്സിൻ്റെ ഡയമെൻഷൻ സെയിം ആണ്. അപ്പോൾ ഇതല്ല, ഓപ്ഷൻ ബി അല്ല. ഓക്കെ അല്ലേ. ഇനി അടുത്തത് നമുക്ക് ഇവിടുന്ന് എന്തെഴുതാം, ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ഇൻറ്റു വൈ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി എന്നെഴുതിക്കൂടെ. ഇവിടെ നമുക്ക് എന്തറിയാം, എക്സിൻ്റെ ഡയമെൻഷനും ബിയുടെ ഡയമെൻഷനും സെയിം ആണെന്ന് കിട്ടി. അപ്പോൾ ഓപ്ഷൻ എയും അല്ല അല്ലേ. ഇനി ഡയമെൻഷൻ ഓഫ്
AY ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി. ഇവിടെ നിന്ന് ഡയമെൻഷൻ ഓഫ് A ഇൻറ്റു ഡയമെൻഷൻ ഓഫ് Y ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി. സോ ഡയമെൻഷൻ ഓഫ് Y ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് എ. ഇങ്ങനെ കിട്ടിയില്ലേ? അതായത് വൈയുടെ ഡയമെൻഷൻ എന്തിൻ്റെ ഡയമെൻഷൻ ഈക്വല? ബി ബൈ എയുടെ ഡയമെൻഷൻ ഈക്വലാന്ന് കിട്ടി. അപ്പോൾ ഓപ്ഷൻ സിയും അല്ലാന്ന് മനസ്സിലായി. ഇനി എക്സ് ആൻഡ് ഇത് നോക്കി, ഈ രണ്ട് ഇക്വേഷനെയും നമുക്ക് പറയാൻ പറ്റും എക്സിൻ്റെ ഡയമെൻഷൻ ആർക്ക് തമ്മിലുള്ള എയുടെയും വൈയുടെയും ഡയമെൻഷൻസിൻ്റെ പ്രൊഡക്റ്റിനാ സെയിം. അപ്പോൾ ഇതാണോ എക്സ് എയുടെ ഡയമെൻഷൻ ഈക്വൽ ആണോ? അല്ല, ഇവർക്കാണ് സെയിം ഡയമെൻഷൻ ഇല്ലാത്തത്. സോ ഓപ്ഷൻ ഈസ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേടാ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A student writes 4 different expressions for the displacement y in a periodic motion. First one, y is equal to a sin 2 pi t by t. അതായത് 4 ഡിഫറെൻറ്റ് എക്സ്പ്രഷൻ ഒരു കുട്ടി എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ, രണ്ടാമത്തെ എക്സ്പ്രഷൻ, 3, 4. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്ന ചോദ്യം. അത് ഓപ്ഷൻ ഏതൊക്കെയാണ്? 1 and 2 and wrong. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ, അതാണോ? സെക്കൻഡ് ഓപ്ഷൻ എന്താ? 4 and 1 are wrong, അതാണോ? തേർഡ് ഓപ്ഷൻ എന്താ? 3 and 4 are wrong, അതാണോ? ഫോർത്ത് ഓപ്ഷൻ 2 and 3 are wrong. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് എന്താ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ എടുത്തേ, y ഈസ് ഈക്വൽ ടു a sin 2 pi t by t. ആ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. 2 pi t by t. അപ്പോൾ ഇത് എന്ത് ചെയ്യും? ടൈമിൻ്റെയും ഡയമെൻഷൻ തമ്മിൽ കട്ടായിപ്പോൾ സൈനിൻ്റെ ഡയമെൻഷൻ ലെസ് ആയിട്ട് തന്നെ കിട്ടി. വൈയുടെ ഡയമെൻഷൻ എന്താ? ലെങ്ത് ആണ്. എയുടെ ഡയമെൻഷൻ ലെങ്ത് ആണ്. അത് സെയിം ആയിട്ട് കിട്ടി. അപ്പോൾ ഓപ്ഷൻ എ അല്ല എന്ന് മനസ്സിലായി. എ ഇവിടെ മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്താ? എൽ ആണ്. അപ്പോൾ ഓപ്ഷൻ എക്ക് എന്താ? തെറ്റല്ല, ഓപ്ഷൻ എ കറക്റ്റാണെന്ന് കിട്ടി. ഇനി ഓപ്ഷൻ ബി എടുത്ത് നോക്ക്. y ഈസ് ഇക്വൽ ടു സൈൻ വി ടി. വി ടിയുടെ ഡയമെൻഷൻ എടുത്താൽ എൽ ടി റൈസ് ടു -1 ഇൻറ്റു ടി. വെലോസിറ്റി അല്ലേ വി, എൽ ടി റൈസ് ടു -1 ഇൻറ്റു ടൈമിൻ്റെ ഡയമെൻഷൻ ടി. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ ഈ ടിയും ടി റൈസ് ടു -1 പോയി എൽ എന്ന് കിട്ടും. അത് പോസിബിൾ ആണോ? അല്ല. സൈൻ്റെ ആംഗിൾ എപ്പോഴെങ്കിലും ഡയമെൻഷൻ വരും? ആംഗിൾ ഡയമെൻഷൻ ലെസ്, അപ്പോൾ എൽ എന്നൊരു ഡയമെൻഷൻ കിട്ടിയില്ലേ? സോ 2 എന്താണ്? റോങ് ആണെന്ന് കിട്ടി. ഇനി 3 നോക്ക്. y ഈസ് ഈക്വൽ ടു എ ബൈ ടി ഇൻറ്റു സൈൻ ടി ബൈ എ. ഇവിടെ നോക്കിയാൽ y ഈസ് ഈക്വൽ ടു എ ബൈ ടി. അതായത് ഡയമെൻഷൻ ഓഫ് y എന്തിന് ഈക്വൽ ആവണം? ഈ ഇക്വേഷനിൽ നിന്ന് ഡയമെൻഷൻ ഓഫ് എ ബൈ ടിക്ക് ഈക്വൽ ആവണം. വൈയുടെ ഡയമെൻഷൻ എന്താ? എൽ. ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഈസ് ഈക്വൽ ടു എയുടെ ഡയമെൻഷൻ എന്താ? എ എന്താ? മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, എൽ ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ ഡയമെൻഷൻ എന്താ? ടി. ഇത് ഈക്വൽ ആയിട്ടാണോ കിട്ടിയേ? അല്ല, ഒരു ടി വന്നില്ലേ? വന്നു. സോ ഇത് എന്താ? അല്ല, ശരിയല്ല. അപ്പോൾ തെറ്റ് ഏതൊക്കെയാന്ന് കിട്ടി? 2ഉം 3ഉം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്. 2 and 3 are wrong. അങ്ങനെ ഓപ്ഷൻ ഇല്ലേടാ? ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് എന്ത്? നമ്മുടെ ആൻസർ. ഇനി ഫോർത്ത് നോക്കിയാലും നമുക്ക് നോക്കാം. y ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ. അത് കറക്റ്റായിട്ട് കിട്ടി. ഈ ടീം പോവും, ഈ ടീം പോവും. സൈൻ്റെയും കോസിൻ്റെ ആംഗിളും എന്തായി? ഡയമെൻഷൻ ലെസ് ആയിട്ട് മാറി. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 and 3. ഓക്കെ അല്ലേടാ? ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അത് രണ്ടും എന്ത്? റോങ് ആയിട്ട് കിട്ടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A, B, C and D are 4 different physical quantities having different dimensions. None of them is dimensionless. But we know that the equation AD equal to CLN BD holds true. Then which of the combination is not a meaningful quantity? അതായത് ഇതിൽ ഏതാണ് ഒരു മീനിങ് ക്വാണ്ടിറ്റി അല്ലാത്ത ഏതാ ക്വസ്റ്റ്യൻ? നമുക്ക് നമ്മുടെ ഇക്വേഷൻ എടുത്ത് എഴുതാം. AD is equal to C into LN BD അല്ലേ? അതെ. ഇവിടെ നമുക്ക് എന്തൊക്കെ പറയാം? ഡയമെൻഷൻ ഓഫ് AD ഈക്വൽ ടു C ആണെന്ന് പറയാം. അതുപോലെ BD ലോഗിൻ്റെ ഡയമെൻഷൻ ലെസ് അല്ലേ? ലോഗിൻ്റെ ആംഗിൾ. അപ്പോൾ ഇവരെന്താ? ഡയമെൻഷൻ ലെസ് ആണ്. അപ്പോൾ B ഈക്വൽ ടു ഡിയുടെ ഇൻവേഴ്സ് ആണെന്നും പറയാം. ഈ ഒരു ഇക്വേഷനിൽ ഇത്രയും കാര്യം നമുക്ക് പറയാം. ഇവിടെ നമ്മൾ എഴുതുകയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് എ എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് സി ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ഡി. ഇങ്ങനെ കിട്ടിയില്ലേ? ഇതൊന്നും നമുക്ക് കിട്ടിയ ഒരു ഇക്വേഷനാണ്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഓപ്ഷൻ ബി നോക്കിയടാ. ഓപ്ഷൻ ബി നോക്കിയാൽ എ മൈനസ് സി എന്നും പറഞ്ഞത് കിടക്കുന്നത് അല്ലേ? അതായത് എ മൈനസ് സി ദ വോൾ ഡിവൈഡഡ് ബൈ ഡി. എന്ന് സി കുറയ്ക്കണമെങ്കിൽ എന്താവണം? എ ഡി സിയുടെ ഡയമെൻഷൻസ് എന്താവണം? സെയിം ആവണം. ഇവിടെ നോക്കി, എ ഡി സിയുടെ ഡയമെൻഷൻ സെയിം ആണോ? അല്ല. എ ഡി സിയുടെ ഡയമെൻഷൻ സെയിം ആവണമെങ്കിൽ ഡി ഒരു ഡയമെൻഷൻ ലെസ് ആവണം. ഡി ഡയമെൻഷൻ ലെസ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നൺ ഓഫ് ദം ഈസ് ഡയമെൻഷൻ ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിക്ക് എന്താ? ഒരു ഡയമെൻഷൻ ഉണ്ട്. അപ്പോൾ ഈ എയുടെ ഡയമെൻഷൻ എപ്പോഴെങ്കിലും സിയുടെ ഡയമെൻഷൻ ഈക്വൽ ആവുമോ? ഇല്ല.
അപ്പോൾ ഇങ്ങനെ നമുക്ക് a മൈനസ് സി കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. സോ ഏതാ നമുക്ക് മീനിങ് അല്ലാത്ത ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടിയത്? ഓപ്ഷൻ ബി. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ബാക്കി ഏത് ചെയ്താലും എന്ത് കിട്ടും? നമുക്കൊരു മീനിങ് ക്വാണ്ടിറ്റി തന്നെ കിട്ടും. ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ എന്ത് മീനിങ് അല്ലാത്തത്. ഓക്കെ അല്ലേടാ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a force F, velocity v and time t are taken as fundamental units, then the dimension of mass. നമുക്ക് നേരത്തെ ഏതാണ് എഴുതാം? Mass is proportional to F raised to a into v raised to b into t raised to c. നമുക്ക് എങ്ങനെ എഴുതാം? Mass raised to 1 എന്ന് ഇട്ട് കൊടുക്കാം. L ഒന്നും ഇല്ലാത്തതുകൊണ്ട് L raised to 0 എന്നും t ഒന്നും ഇല്ലാത്തതുകൊണ്ട് t raised to 0 എന്നും ഇട്ട് കൊടുക്കാം. ഈസ് ഈക്വൽ ടു എഫിൻ്റെ ഡയമെൻഷൻ എന്താ? ഫോഴ്സ് അല്ലേ? ml t raised to -2 the whole raised to a ഇൻറ്റു വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താ? lt raised to -1 the whole raised to b. ടൈമിൻ്റെ ഡയമെൻഷൻ t തന്നെ, t raised to c. നമ്മൾ ചെയ്താൽ m raised to 1 l raised to 0 t raised to 0 ഈക്വൽ ടു m raised to a എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എങ്ങും m ഇല്ല. നീ l എടുത്താലോ? l raised to ഇവിടെ ഒരു a ഉണ്ട്, ഇവിടെ ഒരു എൽ റേസ് ടു ബി ഉണ്ട്, അതിൻ്റെ പ്ലസ് ബി വേറൊന്നുമില്ല. ടി എടുത്താൽ ടി റേസ് ടു ഇവിടുത്തെ ഒരു -2a, ഇവിടുത്തെ ഒരു -b, ഇവിടുത്തെ ഒരു പ്ലസ് സി. ഇങ്ങനെ കിട്ടി. ഇവിടെ നിന്ന് പറയടാ എം റേസ് ടു 1ഉം എം റേസ് ടു എയും. അപ്പോൾ എയുടെ വാല്യൂ എത്രയാ? 1 എന്ന് കിട്ടി. എയുടെ വാല്യൂ 1. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ നോക്കുകയാണെങ്കിൽ എൽ റേസ് ടു 0യും എൽ റേസ് ടു a പ്ലസ് ബി. അപ്പോൾ a പ്ലസ് ബിയുടെ വാല്യൂ എന്താ? 0 ആണ്. എയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 + b = 0. ഇവിടെ നിന്ന് b = എന്തെന്ന് കിട്ടി? -1 എന്ന് കിട്ടി. ഇത് സെക്കൻഡ് ഓപ്ഷൻ, സെക്കൻഡ് ഇക്വേഷൻ. നമ്മൾ തേർഡ് ഇക്വേഷൻ എടുത്താലോ? -2a - b + c = 0. എയുടെ വാല്യൂ നമുക്കറിയാം, -2 × 1 -2 എന്ന് കിട്ടി. മൈനസ് b എത്രയാണ്? -1 + c = 0. -2 + 1 + c = 0. -1 + c = 0. c = എന്തെന്ന് കിട്ടി? -1 എന്ന് കിട്ടി. ഇത് തേർഡ് ഇക്വേഷൻ. ഇനി നമ്മൾ ഈ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ ഫോഴ്സിൽ ഇട്ട് കൊടുക്കാം. മാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എഫ് റൈസ് ടു എ എത്രയാണ്? 1 ഇൻറ്റു വി റൈസ് ടു ബി എത്രയാണ്? -1 ഇൻറ്റു ടി റൈസ് ടു സി എത്രയാണ്? -1. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്. എഫ് വി റൈസ് ടു -1 അല്ലല്ല -1 + c = 0. ഇവിടെ നിന്ന് സി എത്ര കിട്ടും? 1 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടെ 1 ആണേ. അപ്പോൾ എഫ് ബി റൈസ് ടു -1 ടി റൈസ് ടു 1. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the following equation, x, t, f represent respectively displacement, time and force. F is equal to a plus bt plus 1 by c plus dx plus a sin omega t plus phi. The dimensional formula for AD is. ADയുടെ ഡയമെൻഷൻ എ ഇൻറ്റു ഡിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി ഈക്വൽ ടു dimension of 1 by c plus dx equal to dimension of a. ഇങ്ങനെ എഴുതിക്കൂടെ? എഴുതാം. എ ഡിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആരുടെയൊക്കെ ഡയമെൻഷൻ വേണം? എയുടെയും ഡിയുടെയും വേണം. അപ്പോൾ എയുടെ ഡയമെൻഷൻ ഇവിടെ നിന്ന് തന്നെ കിട്ടി. ആരുടെയാ? ഫോഴ്സിൻ്റെ ഡയമെൻഷനിൽ ഈക്വലാണ്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു ml t raised to -2 എന്ന് കിട്ടി. ഇനി ഡിയുടെയും കൂടെ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടും. അപ്പോൾ ഡി കണ്ടുപിടിക്കാൻ അത് രണ്ടും ഉള്ളത് എടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. എഫ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു 1 by ഡയമെൻഷൻ ഓഫ് സി പ്ലസ് ഡി എക്സ് എന്ന് കിട്ടി. ഇനി ഇത് തിരിച്ചിടുമ്പോൾ എന്ത് ചെയ്യും? എഫും തിരിയും. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു അതായത് എഫിൻ്റെ ഡയമെൻഷൻ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു സി പ്ലസ് ഡി എക്സിൻ്റെ ഡയമെൻഷൻ എന്ന് കിട്ടി. കിട്ടിയില്ലേടാ? കിട്ടി. രണ്ടിടത്തും എന്ത് ചെയ്തു? റെസിപ്രോക്കൽ എടുത്തതേ ഉള്ളൂ. ഇനി ഇവിടെ നമുക്ക് എന്ത് എഴുതാം? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി വെച്ച് എഫ് ഡയമെൻഷൻ എഫ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു സിയുടെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു ഡി എക്സിൻ്റെ ഡയമെൻഷൻ എന്ന് എഴുതാം. ഇവിടുന്ന് എഫ് ഇൻവേഴ്സിൻ്റെ ഡയമെൻഷൻ എന്താ? mlt റൈസ് ടു -2ൻ്റെ ഇൻവേഴ്സ് ഈക്വൽ ടു സിയുടെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു ഡി എക്സിൻ്റെ ഡയമെൻഷൻ. ഇവിടുന്ന് പറയടാ ഈ സി അങ്ങ് കളയാം, നമുക്ക് ഡി മാത്രം പോരെ. അപ്പോൾ -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ m -1 l റൈസ് ടു -1
ടി സ്ക്വയർ ഈക്വൽ ടു ഡി ഇൻറ്റു എക്സ്. എക്സ് എന്തുവാ? ഡിസ്പ്ലേസ്മെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എൽ എന്ന് കിട്ടി. ഇവിടുന്ന് ഡിയുടെ ഡയമെൻഷൻ എത്ര കിട്ടും? ഡി ഈക്വൽ ടു എം റേസ് ടു മൈനസ് 1 എൽ റേസ് ടു മൈനസ് 1 ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ലെങ്ത് എന്ന് കിട്ടി. ഈസ് ഈക്വൽ ടു എം റേസ് ടു മൈനസ് 1 എൽ. ഈ എൽ മേളിലോട്ട് പോകുമ്പോൾ എന്താവും? എൽ റേസ് ടു മൈനസ് 1 ഇൻറ്റു എൽ റേസ് ടു മൈനസ് 1 എന്ന് വരും. എൽ റേസ് ടു മൈനസ് 2 ഇൻറ്റു ടി സ്ക്വയർ എന്ന് കിട്ടി. ഇതെന്തിൻ്റെയാണ്? ഡിയുടെ ഡയമെൻഷനാണ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ഡിയുടെ, അതായത് എ ഇൻറ്റു ഡിയുടെ. എയും കിട്ടി ടിയും കിട്ടി. ഇനി എ ഇൻറ്റു ഡി കണ്ടുപിടിക്കാം. എ ഡി ഈക്വൽ ടു എ എന്താ? എം എൽ ടി റേസ് ടു മൈനസ് 2 ഇൻറ്റു ഡി എന്തുവാ? എം റേസ് ടു മൈനസ് 1 എൽ റേസ് ടു മൈനസ് 2 ടി സ്ക്വയർ. ടി സ്ക്വയറും ടി റേസ് ടു മൈനസ് 1 പോയി, എം റേസ് ടു മൈനസ് 1 എമ്മും പോയി, എൽ ഇൻറ്റു എൽ റേസ് ടു മൈനസ് 2 എന്ന് കിട്ടി. ഈസ് ഈക്വൽ ടു എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. എത്ര? എ റേസ് ടു എം പ്ലസ് എൽ റേസ് ടു 1 പ്ലസ് മൈനസ് 2 ഈസ് ഈക്വൽ ടു എൽ റേസ് ടു മൈനസ് 1 എന്ന് കിട്ടി. എൽ റേസ് ടു മൈനസ് 1 എന്നൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കി. ഉണ്ട്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്മാളസ്റ്റ് ഡിവിഷൻ ഓൺ ദ മെയിൻ സ്കെയിൽ ഓഫ് ഗിവൺ വെർനിയർ കാലിപ്പർ is 0.5 mm. Vernier scale has 25 divisions and these coincide with the 24 main scale division. The least count of vernier caliper will be. LCD equation എന്താ? 1 MSD minus 1 VSD. ഇവിടെ തന്നിട്ടുണ്ട് വെർനിയർ കാലിപ്പറിൻ്റെ 25 ഡിവിഷൻ. അപ്പോൾ 25 VSD ഈസ് ഈക്വൽ ടു, അത് എത്രയായിട്ടാണ് കോയിൻസൈഡ് ചെയ്തേക്കുന്നത്? 24 മെയിൻ സ്കെയിൽ ഡിവിഷൻ, 24 MSD. ഇവിടുന്ന് 1 VSD എത്രയെന്ന് കിട്ടും? 24 ഡിവൈഡഡ് ബൈ 25 MSD എന്ന് കിട്ടും. ഇതെന്ത് ചെയ്യാം? നമുക്ക് ഈ ഇക്വേഷൻ VSDക്ക് പകരം ഇട്ട് കൊടുക്കാം. LC ഈസ് ഈക്വൽ ടു 1 MSD മൈനസ് 24 ഡിവൈഡഡ് ബൈ 25 MSD എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 25 മൈനസ് 24 1/25 MSD എന്ന് കിട്ടും. MSDയുടെ വാല്യൂ എത്രയാണ്? 0.5 mm. അപ്പോൾ 1/25 ഇൻറ്റു 0.5 മില്ലിമീറ്റർ എന്ന് കിട്ടി. ഇത് ചെയ്യുമ്പോഴോ 0.5 ഡിവൈഡഡ് ബൈ 25 ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 250 അല്ലേ? ഒരു 10 കൊണ്ട് 100 ചെയ്യുമ്പോൾ 5 ഡിവൈഡ് ബൈ 250. 5/25 എത്രയാണ്? 1/5 ഈസ് ഈക്വൽ ടു 0.2. 0.2 ഡിവൈഡ് ബൈ 10 എത്ര കിട്ടും? 0.02. എന്നിട്ട് ഇത് എന്താണ്? മില്ലിമീറ്റർ ആണ്. 0.02 മില്ലിമീറ്റർ എന്നാണ് കിട്ടുന്നത്. നമ്മുടെ ഓപ്ഷൻ എന്തിലാണ്? സെൻറ്റിമീറ്ററിലാണ്. സെൻറ്റിമീറ്ററിലാക്കാൻ ഇതിനെ എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ ഒരു 10 കൊണ്ടുകൂടെ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അപ്പോൾ 0.02/10 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 0.002 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. ഓക്കെ അല്ലേടാ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. E ഈസ് ഈക്വൽ ടു G റേസ് ടു P ഇൻറ്റു H റേസ് ടു Q ഇൻറ്റു C റേസ് ടു R. G യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്, H പ്ലാസ് കോൺസ്റ്റൻ്റ് ആണ്, C വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തോ? പിയും ക്യൂവും ആറും. പിൻ്റെയും ക്യൂവിൻ്റെയും ആറിൻ്റെയും വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാം. ഇക്ക് നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. ml² T റേസ് ടു മൈനസ് 2 ഈസ് ഈക്വൽ ടു G എന്താണ്? m റേസ് ടു മൈനസ് 1 L³ T റേസ് ടു മൈനസ് 2 ദ ഹോൾ റേസ് ടു P ഇൻറ്റു H ml² T റേസ് ടു മൈനസ് 1 ഇൻറ്റു Q റേസ് ടു Q ഇൻറ്റു വെലോസിറ്റി എന്തോ? LT റേസ് ടു മൈനസ് 1 ദ ഹോൾ റേസ് ടു R. നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതെന്ത് കിട്ടും? m റേസ് ടു, ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് m റേസ് ടു 1 എന്നിട്ട് കൊടുക്കാം. L² T റേസ് ടു മൈനസ് 2 ഈക്വൽ ടു m റേസ് ടു, ഈ മൈനസ് 1ഉം പിയും കൂടെ എന്താവും? മൈനസ് പി. ഇനി ഇവിടെ വല്ല എമ്മിൻ്റെ ഉണ്ടോ? ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ക്യൂ ഉണ്ട്. അപ്പം മൈനസ് പി പ്ലസ് ക്യൂ എന്ന് കിട്ടി. ഇൻറ്റു ലെങ്ത് റേസ് ടു, ഇവിടെ ഒരു 3p ഉണ്ട്, ഇവിടെ ഒരു 2q ഉണ്ട്, ഇവിടെ ഒരു r ഉണ്ട്. അപ്പോൾ 3p പ്ലസ് 2q പ്ലസ് r എന്ന് കിട്ടി. ഇൻറ്റു ടി റേസ് ടു, ഇവിടെ ഒരു മൈനസ് 2p ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഒരു മൈനസ് q ഉണ്ട്, ഇവിടെ ഒരു മൈനസ് r ഉണ്ട്. ടി റേസ് ടു മൈനസ് 2p മൈനസ് 2q മൈനസ് r എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ പവേഴ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? മൈനസ് പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 എന്ന് ഒരു ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. സെക്കൻഡോ 3p പ്ലസ് 2q പ്ലസ് r ഈസ് ഈക്വൽ ടു 2. ഇത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. തേർഡ് ആകുമ്പോഴോ മൈനസ് 2p മൈനസ് q മൈനസ് r ഈക്വൽ ടു
-2 എന്ന് നമ്മുടെ തേർഡ് ഇക്വേഷൻ. ഇങ്ങനെ എന്ത് കിട്ടി? നമുക്ക് 3 ഇക്വേഷൻ കിട്ടി. കിട്ടിയില്ലേടാ? കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് സോൾവ് ചെയ്ത് നമുക്ക് പിൻ്റെയും ക്യൂവിൻ്റെയും ആറിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. ഈ ഇക്വേഷൻ തമ്മിൽ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്തുവാ? ഈ 2 ഇക്വേഷനിൽ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പുതിയ ഇക്വേഷൻ ഉണ്ട്. അതായത് ഈ 2ഉം 3ഉം ആഡ് ചെയ്താൽ ഈ +6ഉം -6ഉം പോയിട്ട് പിൻ്റെയും ക്യൂവിൻ്റെയും ടേംസിലുള്ള ഒരു പുതിയ ഇക്വേഷൻ കിട്ടും. നമുക്ക് ആ ഇക്വേഷൻ എഴുതാം. ആഡ് 2 + 3. ഒന്ന് ചെയ്തേ. 3pയും 2pയുടെ ആഡ് ചെയ്യും, -2pയും കൂടെ ആഡ് ചെയ്യുമ്പോൾ p പ്ലസ് 2q - qയുടെ ആഡ് ചെയ്യുമ്പോൾ q +6ഉം -6ഉം പോയി = 2 + -2 0 എന്ന് കിട്ടി. ഇത് നമ്മുടെ ന്യൂ ഇക്വേഷൻ, ഫോർത്ത് ഇക്വേഷൻ. ഈ 1ഉം 4ഉം കൂടെ നോക്കി. 1ഉം 4ഉം കൂടെ ആഡ് ചെയ്താൽ ഇനി ആഡ് 1 and 4 ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഈ പിയും -pയും പോയിട്ട് 2q = 1 എന്നും പറഞ്ഞ് കിട്ടും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? q = 1/2 എന്ന് കിട്ടും. അപ്പം നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ കിട്ടി. q = എത്രയാടാ? 1/2. ഇനി നമുക്ക് q കിട്ടി. നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം? ഈ q കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇനി ആരെ കണ്ടുപിടിക്കാം? p കണ്ടുപിടിക്കാം. അതിന് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. -p + q = 1. ഇവിടുന്ന് -p + 1/2 എന്ന് കിട്ടി? 1 എന്ന് കിട്ടി. -p = 1 - 1/2 എത്രയാണ്? 1/2. therefore p = എത്രയെന്ന് കിട്ടി? -1/2 എന്ന് കിട്ടി. അപ്പോൾ q കിട്ടി, p കിട്ടി. ക്യൂവിൻ്റെയും പിയുടെയും വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇതിൽ ഈ 2ലോ 3ലോ ഈ 6ഉള്ള ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ ആറിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം? സെക്കൻഡ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ വരും? 3 × -1/2 + 2 × q എത്രയാണ്? 1/2 + r = 2 എന്ന് വരും. -3/2 + 2/2 + r = 2 എന്ന് കിട്ടി. -3 + 2 എത്രയാണ്? -1/2 + r = 2. therefore r = 2 + 1/2 എന്ന് കിട്ടി. = 5/2 എന്ന് കിട്ടി. ഇനി ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്. പിയുടെ വാല്യൂ എത്രയാണ്? -1/2, q 1/2, r 5/2. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോടാ? p -1/2. അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. r എത്രയാണ്? 1/2. അപ്പോൾ അത് എയും ആവാം, സി ആവാം, 1ഉം ആവാം, 3ഉം ആവാം. ഇനി ആറിൻ്റെ വാല്യൂ എത്രയാണ്? 5/2. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ 1 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേടാ? ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The vernier scale of a traveling microscope has 15 division which coincide with the 49 main scale division. If each main scale division is 0.5 mm, then the least count of the microscope. അപ്പോൾ പറഞ്ഞേ എത്ര മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്ര എണ്ണം ഉണ്ട്? 49 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഉണ്ട്. അത് വെർനിയർ സ്കെയിലിൻ്റെ എത്രയായിട്ടാണ് കോയിൻസൈഡ് ചെയ്തത്? 15 ആയിട്ട്, 15 VSD ആയിട്ട് കോയിൻസൈഡ് ചെയ്തു. ഇവിടെ നിന്ന് പറയും 1 VSD = 1 VSD = എത്രയെന്ന് കിട്ടും? 49 / 15 MSD എന്ന് കിട്ടും. കിട്ടൂലേടാ? കിട്ടും. ഇനി ലീസ്റ്റ് കൗണ്ടിൻ്റെ ഇക്വേഷൻ എന്താ? ലീസ്റ്റ് കൗണ്ട് = 1 MSD - 1 VSD = 1 MSD - 1 VSD എത്രയാണ്? 49 / 15 MSD = 15 - 49 എത്രയാണ്? 1 / 15 MSD എന്ന് കിട്ടി. ഇനി 1 MSDയുടെ വാല്യൂ എത്രയാണ്? 0.5 mm. സോ 0.5 mm / 15 എന്ന് കിട്ടി. നമ്മൾ രണ്ടിടത്തൊരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5/500 mm എന്ന് കിട്ടും. 5 പോയി 1/100 എത്ര കിട്ടും? 0.01 mm എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോടാ? ഉണ്ട്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The period of oscillation of a simple pendulum in the experiment is recorded as 2.63 second, 2.56 second, 2.42 second, 2.71 second, 2.80 second. ഇത് ആവറേജ് അബ്സല്യൂട്ട് എറർ ഈസ്. അപ്പോൾ നമുക്ക് എന്താ കാണേണ്ടത്? ഏതാ കാണേണ്ടത്? ഇത് എ മീനാ കാണേണ്ടത് അല്ലേ? ഡെൽറ്റ എ മീനാ കാണേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കാണണം? ഡെൽറ്റ A1 കാണണം, ഡെൽറ്റ A2 കാണണം, ഡെൽറ്റ A3 കാണണം, ഡെൽറ്റ A4 കാണണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിനെല്ലാത്തിനെയും എത്ര എണ്ണം ഉണ്ട്? 5. 1 2 3 4 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം.
ഡെൽറ്റ A1 കാണാൻ നമ്മൾ എന്ത് ചെയ്യും? ഡെൽറ്റ A1 കാണാൻ ഇക്വേഷൻ എന്താ? A1 മൈനസ് A മീൻ ആണ്. അപ്പോൾ ആദ്യം A മീൻ കാണണം. A മീൻ കാണാൻ എന്ത് ചെയ്യും? തന്നിട്ടുള്ളതിൻ്റെ മീൻ എടുക്കാം. A മീൻ ഈസ് ഇക്വൽ ടു 2.63 പ്ലസ് 2.56 പ്ലസ് 2.42 പ്ലസ് 2.71 പ്ലസ് 2.80 ഡിവൈഡഡ് ബൈ 5. ചെയ്തിട്ട് എത്ര കിട്ടും? 2.63 പ്ലസ് 2.56 പ്ലസ് 2.42 പ്ലസ് 2.71 പ്ലസ് 2.80. 639 പ്ലസ് 110 12 594 പ്ലസ് 110 17 25 പ്ലസ് 6 31 3 5 2 10 പ്ലസ് 3 13.12 എന്ന് കിട്ടി. ഡെൽറ്റ എ മീൻ്റെ വാല്യൂ എത്ര കിട്ടി? 13.12 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടി. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? അപ്രോക്സിമേറ്റ്ലി എടുക്കുമ്പോൾ 2 5s are 10 3 1 6 5s are 30 1 2 2.6 എന്ന് കിട്ടി. 2.62 എന്ന് കിട്ടി. ഇനി നമുക്ക് ഡെൽറ്റ A1 കാണാം. ഡെൽറ്റ A1 ഈസ് ഇക്വൽ ടു 2.63 മൈനസ് 2.62 0.01. ഡെൽറ്റ A2 ഈസ് ഈക്വൽ ടു 2.56 മൈനസ് 2.62 എത്ര കിട്ടും? 0.06 എന്ന് കിട്ടി. ഡെൽറ്റ A3 ഈസ് ഈക്വൽ ടു 2.42 മൈനസ് 2.62 എത്ര കിട്ടും? 0.2 എന്ന് കിട്ടി. ഡെൽറ്റ A4 ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ എല്ലാം മോഡൽസ് എടുക്കുന്നത്, അതുകൊണ്ടാണ് സൈൻ വരാത്തത്. ഡെൽറ്റ A4 ഈസ് ഈക്വൽ ടു 2.71 മൈനസ് 2.62 എന്ന് കിട്ടി. എത്ര കിട്ടും? 0.09 എന്ന് കിട്ടും. ഡെൽറ്റ A5 ഈസ് ഈക്വൽ ടു 2.80 മൈനസ് 2.62 എത്ര കിട്ടിയടാ? 80 62 പോകുമ്പോൾ 0.18 എന്ന് കിട്ടി. അപ്പോൾ ഡെൽറ്റ A1 കിട്ടി, ഡെൽറ്റ A2 കിട്ടി, A3 കിട്ടി, A4 കിട്ടി, ഡെൽറ്റ A5 കിട്ടി. ഇനി ഡെൽറ്റ A മീൻ കാണാമല്ലോ. ഡെൽറ്റ A മീൻ ഈസ് ഈക്വൽ ടു 0.01 പ്ലസ് 0.06 പ്ലസ് 0.2 പ്ലസ് 0.09 പ്ലസ് 0.18 the whole divided by 5. ഇത് ചെയ്ത് നോക്കി. 0.01 0.06 0.2 0.09 0.18 എത്ര കിട്ടും? 9 പ്ലസ് 1 10 10 പ്ലസ് 14 24 2 5 0.54 എന്ന് കിട്ടി. 0.54 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 554നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 5s are 5 04.00 എത്രയുണ്ട്? 1.08 സംതിങ് എന്ന് കിട്ടും. അതായത് ഇവിടെ ഒരു പോയിൻറ്റും കൂടെ വരുമ്പോൾ എന്ത് കിട്ടും? 0.108 സംതിങ് എന്ന് കിട്ടും. അതായത് എത്രയാണ് നമ്മുടെ ആൻസർ? 0.1 സെക്കൻഡ് എന്ന് കിട്ടും. ക്ലിയർ അല്ലേടാ? 0.1 സെക്കൻഡ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. നമ്മളിവിടെ എന്താ ചെയ്തത്? ഡെൽറ്റ എ മീനായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ എ മീൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ എടുക്കേണ്ടത്? ഡെൽറ്റ A1 ഡെൽറ്റ A2 ഡെൽറ്റ A3 ഡെൽറ്റ A4 ഡെൽറ്റ A5 എടുക്കണം. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം എ മീൻ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് ഓരോ എററിൽ നിന്നും മീൻ ആവറേജ് എറർ എന്ത് ചെയ്തു? കുറച്ച് ഡെൽറ്റ A1 ഡെൽറ്റ A2 ഡെൽറ്റ A3 A4 ഡെൽറ്റ A5 കണ്ടുപിടിച്ചു. അതിൻ്റെ ആവറേജ് എടുത്തു. അപ്പോൾ എത്ര കിട്ടി? ആവറേജ് അബ്സല്യൂട്ട് എറർ 0.1 സെക്കൻഡ് എന്ന് കിട്ടി. ക്ലിയർ അല്ലേടാ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The values of two resistors are R1 is equal to 6 plus or minus 0.3 kilo ohm, R2 is equal to 10 plus or minus 0.2 kilo ohm. The percentage error in the equivalent resistors when they are connected in parallel. ഇതുപോലെ ഫ്രാക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ പാരലലിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ R1 സ്ക്വയർ പ്ലസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ. ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ പാരലലിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡെൽറ്റ ആർ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ആർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? 1/r ഈസ് ഈക്വൽ ടു 1/r1 പ്ലസ് R2. 1/rൻ്റെ വാല്യൂ എത്ര? അല്ലെങ്കിൽ r ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10 × 6 ഡിവൈഡഡ് ബൈ 60 ഈക്വൽ ടു
16 divided by 16 equal to 13/8 അല്ലെങ്കിൽ 15/4 എന്ന് കിട്ടി. ആറിൻ്റെ വാല്യൂ എത്ര കിട്ടിയടാ? 15/4 എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടെയ്ൻ പാനലിൻ്റെ പെർസെൻറ്റേജ് ഇറാണ് കാണുന്നത്. അതായത് ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം ഇക്വേഷൻ. ഡെൽറ്റ ആർ ബൈ ആർ എഴുതിയാൽ ഇവിടെ എന്തൊരു 1/r വരും. ഇവിടെ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇവിടെ നമ്മൾ ചെയ്യണം. ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ r1 സ്ക്വയർ പ്ലസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ r2 സ്ക്വയർ ദ വോൾ ഇൻറ്റു 100. ഈ ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 ആണ് എന്ത്? പെർസെൻറ്റേജ് ഇറർ അല്ലേ? സോ ആർ പെർസെൻറ്റേജ് എന്ന് ഇട്ട് കൊടുക്കാം. ആർ പെർസെൻറ്റേജ് ഈസിക്കൽ ടു ഈ 1/r ഇങ്ങനെ പുറത്തുകൊണ്ടുവരാം. ഡെൽറ്റ ആർ1 എത്രയാണ്? ഡെൽറ്റ ആർ1ഉം ഡെൽറ്റ ആർ2. ഡെൽറ്റ ആർ1 എത്രയാണ്? 0.3. 0.3 ഡിവൈഡഡ് ബൈ ആർ1 എത്രയാണ്? 6ൻ്റെ സ്ക്വയർ 36 പ്ലസ് ഡെൽറ്റ ആർ2 എത്രയാണ്? 0.2 ഡിവൈഡഡ് ബൈ ആർ2ൻ്റെ സ്ക്വയർ എത്രയാണ്? 10 സ്ക്വയർ 100 ഇൻറ്റു 100 ഇൻറ്റു ഇവിടുത്തെ ഒരു 1/r ഇല്ലേ, ഇവിടെ വരുമ്പോൾ ഇൻറ്റു ആർ എത്രയാണ്? 15/4 ഇൻറ്റു 15/4 ഈസിക്കൽ ടു 0.3 ഇൻറ്റു 100 എത്ര കിട്ടും? 13 എന്ന് കിട്ടും. പ്ലസ് 0.2 ഇൻറ്റു 36 എത്ര കിട്ടും? 7.2 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 3600 ഇൻറ്റു 100 ഇൻറ്റു 15/4. ഇത് കഴിയുമ്പോൾ 0 വെട്ടിപ്പോയി. 37.2 ഡിവൈഡഡ് ബൈ 36 ഇൻറ്റു 15/4 എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 3.125 എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ്ലി 3.125 എന്ന് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടും. സോ ദ ആൻസർ എത്രയാണ്? ഇത് പെർസെൻറ്റേജിലല്ലേ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. സോ പെർസെൻറ്റേജിൽ നമുക്ക് 3.125% എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, 3.125%. എന്തെന്ന് ഓർക്കണ്ടേ? ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക? ഓർത്തിരിക്കാം. പാരലിൽ വരുമ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഡെൽറ്റ ആർ ചേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഡെൽറ്റ ആർ ബൈ ആർ സ്ക്വയർ ഈസിക്കൽ ടു ഡെൽറ്റ ആർ1 ബൈ ആർ1 സ്ക്വയർ പ്ലസ് ഡെൽറ്റ ആർ2 ബൈ ആർ2 സ്ക്വയർ. പിന്നെ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് നമ്മൾ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The diameter of a given wire is measured by a screw gauge. The three measurement of a diameter give the reading in centimeters 0.036, 0.035 and 0.037. What is the percentage error in measurement? അപ്പോൾ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്യണം? അബ്സല്യൂട്ട് മീൻ എറർ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത കണക്ക് നമ്മൾ ആദ്യം ഈ 3 എററിൻ്റെ മീൻ കണ്ടുപിടിച്ചിട്ട് ഓരോന്നിനും കുറയ്ക്കണം. ആദ്യം നമുക്ക് ഈ 3 എററിൻ്റെ മീൻ കണ്ടുപിടിക്കാം. അതായത് എ മീൻ കണ്ടുപിടിക്കാം. എ മീൻ ഈസ് ഈക്വൽ ടു 0.036 പ്ലസ് 0.035 പ്ലസ് 0.037 ഡിവൈഡഡ് ബൈ 3. എത്ര കിട്ടും? 0.036, 0.035, 0.037. ഇത് കൂട്ടുമ്പോൾ 11 പ്ലസ് 7 18, 1 10, 0.108 എന്ന് കിട്ടും. 108/3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 3 9 1863. പോയിൻ്റ് എത്രയെന്ന് കിട്ടും? 0.036 എന്ന് കിട്ടും അല്ലേടാ? എ മീൻ എത്ര കിട്ടി? 0.036 എന്ന് കിട്ടി. ഇനി നമുക്ക് ഡെൽറ്റ A1 കണ്ടുപിടിക്കാം. ഡെൽറ്റ A1 ഈസ് ഈക്വൽ ടു A1 മൈനസ് എ മീൻ. 0.036 മൈനസ് 0.036 എത്രയാണ്? 0 എന്ന് കിട്ടി. ഡെൽറ്റ A2 ഈസ് ഈക്വൽ ടു 0.035 മൈനസ് 0.036 0.001 എന്ന് കിട്ടി അല്ലേ? 0.036 മൈനസ് 0.035 0.001. ഡെൽറ്റ A3 എത്ര കിട്ടും? 0.003 0.037 മൈനസ് 0.036 0.002 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഡെൽറ്റ എ മീൻ കണ്ടുപിടിച്ചാൽ 0 പ്ലസ് എന്തിനും അതങ്ങ് പോകും. 0.001 പ്ലസ് 0.002 പ്ലസ് 0/3 എന്ന് കിട്ടി. ഇത് എത്ര കിട്ടും? 0.003/3 ഈക്വൽ ടു 0.001 എന്ന് കിട്ടും. ഇതിൻ്റെ 100 എടുക്കുമ്പോൾ എന്തായി? പെർസെൻറ്റേജ് ആയി. പെർസെൻറ്റേജ് ഇറർ ഈസ് ഈക്വൽ ടു റിലേറ്റീവ് ഇറർ ഇൻറ്റു 100 ആണ്. റിലേറ്റീവ് ഇറർ ഇൻറ്റു 100. ഇനി റിലേറ്റീവ് ഇറർ കണ്ടുപിടിക്കണ്ടേ? റിലേറ്റീവ് ഇററിൻ്റെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ എ മീൻ ഡിവൈഡഡ് ബൈ എ മീൻ, മീൻ ആവറേജ് ഓഫ് എ ഇൻറ്റു 100 അല്ലേ? നമ്മൾ ഇക്വേഷൻ എഴുതിയതാണ്. ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ മീൻ എത്ര കിട്ടി? 0.001
divided by A mean value എത്രയാ 0.036 into 100 is equal to 0.1 divided by 0.036 എന്ന് കിട്ടി. രണ്ടിടത്തും ഒരു എത്രയാ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 10 divided by 3.6 എന്ന് കിട്ടി. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും 10 divided by 3.6 അപ്രോക്സിമേറ്റ്ലി നമുക്ക് 2.7 സംതിങ് എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോടാ? ഉണ്ട്. 2.8% ഉണ്ട്. സോ 2.8% is the right answer. ഓപ്ഷൻ ബി ആണ് എന്ത് റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? ക്ലിയർ. നമ്മൾ എന്ത് ചെയ്യുക? ഈ ഡെൽറ്റ എ മീൻ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ ആലോചിക്കുക. പെർസെൻറ്റേജ് എറർ ഈസ് ഈക്വൽ ടു റിലേറ്റീവ് എറർ ഇൻറ്റു 100. അവിടെ റിലേറ്റീവ് എറർ എന്തുവാണ്? ഡെൽറ്റ എ മീൻ ബൈ എ മീൻ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A student measures the distance travelled in free fall of a body initially at rest in a given time. He uses this data to estimate G. നമുക്ക് എന്ത് കണ്ടുപിടിക്കണ്ടേ? G ആണ് കണ്ടുപിടിക്കേണ്ടത്. If the maximum percentage error in the measurement of the distance and time are E1 and E2 respectively, the maximum percentage error in the estimation of G is. നമുക്ക് എന്താ കാണേണ്ടത്? ഡെൽറ്റ G by G into 100 കാണേണ്ടത്. അപ്പോൾ പറയും നമ്മൾ ഫ്രീ ഫാൾ ചെയ്യുമ്പോൾ ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്താ? H is equal to half GT square അല്ലേടാ? H is equal to half GT square. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? G is equal to 2H divided by T square എന്ന് എഴുതാം. എഴുതിക്കൂടെ? എഴുതാം. അപ്പോൾ ഡെൽറ്റ G by G into 100 is equal to ഡെൽറ്റ H by H into 100 പ്ലസ് 2 into ഡെൽറ്റ T by T into 100 എന്ന് കിട്ടത്തില്ലേ? കിട്ടും. ഡെൽറ്റ H by H into 100 എത്രയാണ്? പെർസെൻറ്റേജ് എറർ ഇൻ മെഷർമെൻറ്റ് ഓഫ് ഡിസ്റ്റൻസ് എത്രയാണ്? E1 പ്ലസ് ടൈമിൻ്റെ എത്ര? E2 2 ഇൻറ്റു E2 ഈസിക്കൽ ടു എത്രയെന്ന് കിട്ടി? E1 പ്ലസ് 2E2 എന്ന് കിട്ടി. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോടാ? ഉണ്ട്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈക്വൽ ടു 100 പ്ലസ് ഓർ മൈനസ് 5 വോൾട്ട്. V എത്രയാണ്? 100 പ്ലസ് ഓർ മൈനസ് 5 വോൾട്ട്. അപ്ലൈഡ് അക്രോസ് എ റെസിസ്റ്റൻസ് ഗീവ്സ് കറണ്ട് I ഈക്വൽ ടു 10 പ്ലസ് ഓർ മൈനസ് 0.2 ആംപിയർ. പെർസെൻറ്റേജ് എറർ ഇൻ R. R ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഇക്വേഷൻ എന്താ? V ഈസ് ഈക്വൽ ടു IR. ഇവിടെ നിന്ന് എന്ത് കിട്ടും? R ഈസ് ഈക്വൽ ടു V ബൈ I എന്ന് കിട്ടും. Therefore ഡെൽറ്റ R ബൈ R ഇൻറ്റു 100 അതിൽ പെർസെൻറ്റേജ് എറർ ഇൻ R ഈസ് ഈക്വൽ ടു ഡെൽറ്റ V ബൈ V ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ I ബൈ I ഇൻറ്റു 100. ഡെൽറ്റ V എത്രയാണ്? 5 ഡിവൈഡഡ് ബൈ V എത്രയാണ്? 100 ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ I എത്രയാണ്? 0.2 ഡിവൈഡഡ് ബൈ I എത്രയാണ്? 10 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 5 ബൈ 100 പ്ലസ് 0.2 ബൈ 10 ദ വോൾ ഇൻറ്റു 100. 5 ബൈ 100 പ്ലസ് 0.2 ബൈ 10 രണ്ടിടത്തൊരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ബൈ 100 ഇൻറ്റു 100 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 7 ബൈ 100 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 7% എന്ന് കിട്ടും. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The percentage error in measuring M, L and T are 1%, 1.5%, 3% respectively. The percentage error in measuring the physical quantity with the dimension M, L raised to -1, T raised to -1 is. Percentage error കണ്ടുപിടിക്കാം. Percentage error is equal to എന്തെന്ന് കിട്ടും? എമ്മിൻ്റെ പവർ എത്രയാണ്? 1. അപ്പോൾ 1 ഇൻറ്റു ഡെൽറ്റ M ബൈ M ഇൻറ്റു 100 പ്ലസ് എല്ലിൻ്റെ പവർ എത്രയാണ്? -1 ഇൻറ്റു ഡെൽറ്റ L ബൈ L ഇൻറ്റു 100 പ്ലസ് ടൈമിൻ്റെ പവർ എത്രയാണ്? -1 ഇൻറ്റു ഡെൽറ്റ T ബൈ T ഇൻറ്റു 100. 1 ഇൻറ്റു ഡെൽറ്റ M ബൈ M ഇൻറ്റു 100 എത്രയാണ്? 1 പ്ലസ് -1 ഇൻറ്റു ഡെൽറ്റ L ബൈ L ഇൻറ്റു 100 എത്രയാണ്? 1.5 പ്ലസ് -1 ഇൻറ്റു ഡെൽറ്റ T ബൈ T ഇൻറ്റു 100 എത്രയാണ്? 3. ഇത് ചെയ്യുമ്പോൾ 1 മൈനസ് 1.5 മൈനസ് 3 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 1 മൈനസ് 1.5 എത്ര? 0.5 മൈനസ് 0.5 മൈനസ് 3 ഈസ് ഈക്വൽ ടു മൈനസ് 3.5. നമ്മൾ എന്ത് ചെയ്യും? മൈനസ് കളയും. അപ്പോൾ എത്ര കിട്ടും? 3.5% എന്ന് കിട്ടും. അങ്ങനെ ആൻസർ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The dimensions of a rectangular block measured with a vernier caliper having least count of 0.01 cm are 5 mm into 10 mm into 5 mm. ഇത് L, ഇത് B, ഇത് H എന്ന് എടുക്കാം. വാട്ട് ഈസ് ദി മാക്സിമം പെർസെൻറ്റേജ് എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് വോളിയം ഓഫ് ബ്ലോക്ക്? അപ്പോൾ പെർസെൻറ്റേജ് എറർ ഇൻ വോളിയമാണ് നമുക്ക് കണ്ടത്. വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? LBH.
Therefore, delta V by V into 100 അല്ലേ കാണണ്ടേ? അതെന്തെന്നാവും? ഡെൽറ്റ L by L into 100 പ്ലസ് ഡെൽറ്റ B by B into 100 പ്ലസ് ഡെൽറ്റ H by H into 100 എന്നാവും. ആവില്ലേ? ആവും. ഡെൽറ്റ V by V into 100 കാണാൻ ഡെൽറ്റ L എത്രയാണ്? എല്ലായിടത്തും ഡെൽറ്റ എന്തായിരിക്കും? 0.01 ആയിരിക്കും. അതിനെ നമുക്ക് ഇതെല്ലാം മില്ലിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 0.01 സെൻറ്റിമീറ്ററിനെ എന്തിലാക്കാം? മില്ലിമീറ്ററിലാക്കാം. 0.01 സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലാക്കാൻ എന്ത് ചെയ്യും? ഇൻറ്റു 10 ചെയ്താൽ പോരെ. അപ്പോൾ 0.1 മില്ലിമീറ്റർ എന്ന് കിട്ടും. കിട്ടൂലേ? 0.01 ഇൻറ്റു 10 ചെയ്യുമ്പോൾ 0.1 എന്ന് കിട്ടും. സോ ഡെൽറ്റ L ഈസ് ഈക്വൽ ടു 0.1 ഡിവൈഡഡ് ബൈ L എത്രയാണ്? 5 ഇൻറ്റു 100 പ്ലസ് 0.1 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100 പ്ലസ് 0.1 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 100. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? എല്ലായിടത്തും 0.1 ഇൻറ്റു 100നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/5 അല്ല, ഒരു പോയിൻ്റ് മാറുമ്പോൾ 10/5 പ്ലസ് 10/10 പ്ലസ് 10/5 എന്ന് കിട്ടും. 10/5 എത്രയാണ്? 2 പ്ലസ് 1 പ്ലസ് 2 എന്ന് കിട്ടും. 2 പ്ലസ് 1 പ്ലസ് 2 എത്രയാണ്? 5% എന്ന് കിട്ടും. അങ്ങനെ ഒരു ആൻസർ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The measurement value of length of a simple pendulum is 20 cm, known with 2 mm accuracy. The time for 15 oscillation was measured to be 40 seconds within 1 second resolution. Calculate the percentage accuracy in the determination of acceleration due to gravity G from the above measurement. നമ്മുടെ ഇക്വേഷൻ എന്താ? സിമ്പിൾ പെൻഡുലത്തിൻ്റെ ആകുമ്പോൾ T is equal to 2π into root L by G. നമുക്ക് സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് കിട്ടും? T square is equal to 4π square into L by G എന്ന് കിട്ടും. ഈ കോൺസ്റ്റൻ്റ് ഒക്കെ കളഞ്ഞാൽ T square ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L by G എന്ന് കിട്ടി. ഇവിടെ നിന്ന് നമുക്ക് G എന്തെന്ന് കിട്ടും? G പ്രൊപ്പോർഷണൽ ടു L by T square എന്ന് കിട്ടും. നമുക്ക് എന്തിൻ്റെ കണ്ടുപിടിക്കേണ്ടത്? ജിയുടെ പെർസെൻറ്റേജ് അക്യുറസി ഉണ്ട്. അതായത് ഡെൽറ്റ G by G into 100 ഈക്വൽ ടു എന്ന് കിട്ടും ഡെൽറ്റ L by L into 100 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ T by T into 100 എന്ന് കിട്ടും. കിട്ടൂലേ? ഡെൽറ്റ L എത്രയാണ്? ആക്യുറസി 2 മില്ലിമീറ്റർ ആണ്. അതിനെ നമുക്ക് 2 മില്ലിമീറ്റർ ഡിവൈഡഡ് ബൈ സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ എത്ര കിട്ടും? 0.2 എന്ന് കിട്ടും. 0.2 ഡിവൈഡഡ് ബൈ L എത്രയാണ്? 20 ഇൻറ്റു 100 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ T എത്രയാണ്? ആക്യുറസി 1 സെക്കൻഡ് ആണ്. 1 ഡിവൈഡഡ് ബൈ മെഷേർഡ് എത്രയാണ്? 14 ഇൻറ്റു 100. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.1 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും. ഇൻറ്റു 100 പ്ലസ് ഈ 2 14 വെട്ടി ഇവിടെ 20 എന്ന് കിട്ടും. 1/20 ഇൻറ്റു 100 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു ഇതിനെ എന്തെന്ന് എഴുതാം? 1/100 ഇൻറ്റു 100 പ്ലസ് 1/20 ഇൻറ്റു 100. ഇത് എത്ര? 1. ഇത് ചെയ്യുമ്പോൾ 5. 1 + 5 എന്ന് കിട്ടും. എത്ര കിട്ടും? 6% എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If E and G respectively denote energy and gravitational constant, then E by G has the dimension. Eയുടെ dimension പറ. എനർജി ആകുമ്പോൾ എത്രയാ? ml² T raised to -2. Gravitational constant Gയുടെ dimension പറഞ്ഞേ m raised to -1 L³ T raised to -2. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യും. E by G equal to ml² T raised to -2 divided by m raised to -1 L³ T raised to -2. T raised to -2 T raised to -2 പോയി. ഇപ്പോൾ L² ഇവിടെ നിന്ന് ഒരു L² പോയി ഇവിടെ ഒരു ബാക്കി ഒരു L വരും. m ഇൻറ്റു m raised to -1 മേളിൽ പോകുമ്പോൾ എന്ത് വരും? m² എന്നാവും. m² ഇൻറ്റു L raised to -1 എന്നൊരു ഓപ്ഷൻ ഒരു ആൻസറാക്കി നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? m² ഇൻറ്റു L raised to -1 ഉണ്ട്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ക്രൂ കേജ് ഹാസ് ലീസ്റ്റ് കൗണ്ട് ഓഫ് 0.01 mm 0.01 millimeter and there are 50 divisions in its circular scale. Pitch of the screw gauge is pitch ആണ് കണ്ടുപിടിക്കേണ്ടത്. പിച്ചിൻ്റെ ഇക്വേഷൻ എന്താ? പിച്ച് ഈസ് ഈക്വൽ ടു ലീസ്റ്റ് കൗണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ഡിവിഷൻ ഇൻ സർക്കുലർ സ്കെയിൽ. ലീസ്റ്റ് കൗണ്ട് എത്ര ഇവിടെ? 0.01 millimeter ഇൻറ്റു 50 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 0.01 ഇൻറ്റു 50 0.1 ഇൻറ്റു 5 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 0.5 mm എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Taking into account of the significant figure, what is the value of 9.99 minus 0.0099? ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്രയായിരിക്കും 9.98 സംതിങ് എന്ന് തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ 9.9801 മില്ലി എം എന്ന് തന്നെ കിട്ടാം, 9.9801 എം. പക്ഷേ നമ്മൾ എന്താ നോക്കുന്നത്, സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ കറക്റ്റ് കാൽക്കുലേഷൻ നോക്കുന്നത്. അത് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മുടെ റിസൾട്ടൻറ്റിൽ ക്വസ്റ്റ്യനിൽ ആർക്കാണോ മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ളത് അത്രയും വാല്യൂ വരാവും. ഇവിടെ നോക്കി, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അപ്പോൾ റിസൾട്ടിൽ എത്ര വരാവും, 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ വരാവും. 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരുന്ന ഒരു ഓപ്ഷൻ പറയട്ടെ, അതിൻ്റെ അകത്ത് 9.98 മീറ്റർ അല്ലേ വരുള്ളൂ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, 9.98 മീറ്റർ. അല്ലാതാണെങ്കിൽ ഇത് വരുന്നത് 9.9801 ആണ്. പക്ഷേ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ ലീസ്റ്റ് നമ്പറേ വരാവും. ഇവിടെ ലീസ്റ്റ് ഉള്ളത് 3 ആണ്. അപ്പോൾ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരുന്ന ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് ഇത് പെർസെൻറ്റേജ് ഇറർ ഓരോന്നിൻ്റെ തന്നിട്ടുണ്ട്. എയുടെ തന്നിട്ടുണ്ട്, ബിയുടെ തന്നിട്ടുണ്ട്, സിയുടെ തന്നിട്ടുണ്ട്, ഡിയുടെ തന്നിട്ടുണ്ട്. നമുക്ക് ഇക്വേഷൻ എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ബി റൈസ് ടു ഹാഫ് ഡിവൈഡഡ് ബൈ സി റൈസ് ടു 1/3 ഇൻറ്റു ഡി റൈസ് ടു 3. ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 പ്ലസ് ഹാഫ് ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 പ്ലസ് 1/3 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100 അല്ലേടാ? അതെ. ഇനി 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 എത്രയാണ്, 1 പ്ലസ് ഹാഫ് ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 എത്രയാണ്, 2 പ്ലസ് 1/3 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 എത്രയാണ്, 3 പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100 എത്രയാണ്, 4. ചെയ്യുമ്പോൾ എത്ര കിട്ടും, 2 പ്ലസ് 2 ഇൻറ്റു വെട്ടി 1 പ്ലസ് 3 വെട്ടി 1 പ്ലസ് 3 ഇൻറ്റു 4 12 പ്ലസ് 2 14 പ്ലസ് 2 16% എന്ന് കിട്ടും. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, ന്യൂട്ടൺസ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് ഡയമെൻഷൻ ഓഫ് ലെങ്താണ് വേണ്ടത്. നമ്മൾ ഷോർട്ട് നോട്ട് ആദ്യം നമ്മൾ ഫോമുലയൊക്കെ റിവൈസ് ചെയ്തപ്പോൾ പറഞ്ഞു എല്ലിൻ്റെ ഡയമെൻഷൻ എന്തിന് ഈക്വലായിരിക്കും എന്ന്, റൂട്ട് ഓഫ് എച്ച് ജി ബൈ സി ക്യൂബിന് ഈക്വലായിരിക്കും എന്ന് പറഞ്ഞില്ലേ. നമ്മളിത് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലെങ്തിൻ്റെ ഡയമെൻഷൻ റൂട്ട് ഓഫ് എച്ച് ജി ബൈ സി ക്യൂബിന് ഈക്വലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഇത് ജി സി വന്നു, ഇതുമല്ല ഇതുമല്ല. ഇനി ഇതിലേതാന്ന് നോക്കിയാൽ മതി. റൂട്ട് താഴെ ഇട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റൂട്ട് എച്ച് ജി ബൈ എന്ന് എഴുതിയ സി റൈസ് ടു 3 ഇൻറ്റു റൂട്ട് മാറി എന്ത് വരും, ഇവിടെ ഒരു റൈസ് ടു 1/2 വരും, ഈസിക്കൽ ടു റൂട്ട് എച്ച് ജി ബൈ സി റൈസ് ടു 3/2 എന്ന് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി, ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഇത് എന്തിൻ്റെയാണ് വരുന്നത് പറഞ്ഞേ, സി റൈസ് ടു 5 വന്ന് എന്തിൻ്റെയാണ്, ടൈമിൻ്റെയാണ്. ടൈമിൻ്റെ ഡയമെൻഷനാണ് ഇത്. ഓക്കെ അല്ലേ? ഓക്കെ. ലെങ്തിൻ്റെ ഡയമെൻഷൻ ചോദിക്കുമ്പോൾ ഏതാ, ഓപ്ഷൻ ബി. ഓക്കെ അല്ലേടാ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡയമെൻഷൻസ് ഓഫ് μ0 ε0 റൈസ് ടു -1/2. ഇത് നമ്മൾ പറഞ്ഞായിരുന്നു 1/√2 μ0 ε0 എന്തിന് ഈക്വലാണ്, വെലോസിറ്റിയുടെ ഡയമെൻഷന് ഈക്വലാണെന്ന്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താ, LT റൈസ് ടു -1. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ് ഈസ് ഗിവൺ ബൈ, എക്സിൻ്റെ എഴുതാം 2k3 L² ഡിവൈഡഡ് ബൈ എം ഇൻറ്റു റൂട്ട് n അല്ലേ. ഇതിനെ എങ്ങനെ എഴുതാം, 2k3 L² ഡിവൈഡഡ് ബൈ എം ഇൻറ്റു n റൈസ് ടു ഹാഫ്. ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം 3 ഇൻറ്റു ഡെൽറ്റ കെ ബൈ കെ ഇൻറ്റു 100 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100 പ്ലസ് ഹാഫ് ഇൻറ്റു ഡെൽറ്റ എൻ ബൈ എൻ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഡെൽറ്റ കെ ബൈ കെ ഇൻറ്റു 100 എത്ര, കെയുടെ പെർസെൻറ്റേജ് എത്രയാണ്, 1 പ്ലസ് 2 ഇൻറ്റു എല്ലിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, 2 പ്ലസ് ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100 എമ്മിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, 3 പ്ലസ് ഹാഫ് ഇൻറ്റു എന്നിൻ്റെ പെർസെൻറ്റേജ് എത്രയാടാ, എന്നിൻ്റെത് 4. എങ്ങനെ കിട്ടും, 3 പ്ലസ് 2 ഇൻറ്റു 2 4 പ്ലസ് 3 പ്ലസ് ഹാഫ് ഇൻറ്റു 4 2. ചെയ്യുമ്പോൾ എത്ര കിട്ടും, 6 പ്ലസ് 4 10 പ്ലസ് 2 12% എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? ക്ലിയർ. സോ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്തു, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 13 ക്വസ്റ്റ്യൻസും നമ്മൾ അതിൻ്റെതായിട്ട് എന്താ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോർമുലാസും നമ്മൾക്ക് എന്തുമാത്രം ഒരു ഷോർട്ട് ടൈമിൽ പറയുമോ അത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതെല്ലാവരും ഒന്നും കൂടി ഈ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. സോ താങ്ക് യു.